ഹായ്, ഇന്ന് ഞങ്ങൾ വിൻഡോസ് ഡിവൈസ് സിസ്റ്റത്തിൽ എങ്ങനെ ലിനക്സ് പ്രോഗ്രാമിംഗ് ലിനക്സ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാണ്ട് വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അതിന് ജെറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. അതിന് ക്രോമിൽ പോവാം. അവിടെ പോയിട്ട് GIT സെർച്ച് ചെയ്യുക. അതിൽ ആദ്യത്തെ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ജെറ്റ്. ഇതിനകത്ത് ഇങ്ങനെ കുറേ ഇത് കാണിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ വിൻഡോസ് ഡിവൈസ് ആയതുകൊണ്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ഫോർ ഡൗൺലോഡ് മാനുവലി വേണമെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പെക് വെച്ചിട്ട് എടുക്കാം. 32 ബിറ്റോ 64 ബിറ്റോ ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോകും. ഡൗൺലോഡ് ഓക്കെ, സേവ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡു യു വാണ്ട് ടു യെസ് അടിക്കുക. ഇത് അതിൻ്റെ ലൈസൻസ് ആണ്, ഇത് കുഴപ്പമില്ല. നെക്സ്റ്റ്. അടുത്ത ലൊക്കേഷൻ സി ഡിസ്ക് ആണെങ്കിൽ സി ഡി, അല്ലാണെങ്കിൽ വേറെ ഏതെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ സി തന്നെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ട് സെലക്ട് ആയിട്ടുണ്ട്, കണ്ടോ? ജിറ്റ് ബാഷ് ഹിയർ, അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ ലിനക്സ് പ്രോഗ്രാം ഷെൽ സ്ക്രിപ്റ്റ് ചെയ്യണത്. നെക്സ്റ്റ് അടിക്കുക. ജിറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ക്രിയേറ്റ് ആവും. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഡോൺ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് വേണം, അപ്പോൾ ജിറ്റ് ക്രിയേറ്റ് ആവട്ടെ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഇതിൽ പുതിയ എഡിറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നോട്ട് പാഡ് ഡിഫോൾട്ട് ഏതാ കൊടുക്കേണ്ടതെന്ന് അവർ ചോദിച്ചേക്കണേ. വിം ഓട്ടോ ഡിഫോൾട്ട് തന്നത് തന്നെ സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് പാഡ് എടുക്കാം. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നോട്ട് പാഡ് ഉള്ളതുകൊണ്ട് നോട്ട് പാഡ് ഞാൻ സെലക്ട് ചെയ്തു. മറ്റേ ഇത് അഡ്ജസ്റ്റ് നെയിം, ഇത് ഓട്ടോ സെലക്റ്റഡ് ആണ്, കുഴപ്പമില്ല. ജെറ്റ് ഡിസൈഡ്. നെക്സ്റ്റ്. ഇൻസ്റ്റാളേഷൻ റെക്കമെൻഡഡ് തന്നെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്. ലൈബ്രറി പാക്ക് അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി. നെക്സ്റ്റ്. കുഴപ്പമില്ല. നെക്സ്റ്റ്. ചൂസ് ഡിഫോൾട്ട് ബിഹേവിയർ ഓഫ് ജിറ്റ് ഡിഫോൾട്ട് ഫാസ്റ്റ് ഫോർവേഡ് മറിച്ച് അത് തന്നെ മതി. അടുത്തത് ക്രെഡിറ്റ് ലൈൻ മാനേജർ കോർ, അതും ഓക്കെ. നെക്സ്റ്റ്. ഇത് സെലക്ട് ഒന്നും ചെയ്യണമെന്നില്ല, ഇൻസ്റ്റാൾ അടിക്കാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. വേണമെങ്കിൽ ലോഞ്ച് അടിക്കാം, ജിറ്റ് ബാഷ് ലോഞ്ച് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിനിഷ് അടിക്കാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, ഫിനിഷ്. വെറുതെ ഇൻട്രൊഡക്ഷൻ ക്ലോസ് ചെയ്യുക. ഇനി സെർച്ചിൽ പോയിട്ട് ജിറ്റ് കണ്ട ജിറ്റ് ബാഷ്, അതിനകത്താണ് ഞങ്ങൾ കമാൻഡ്സ് ടൈപ്പ് ചെയ്യാൻ പോകണം. ലിനക്സ് ഷെൽ സ്ക്രിപ്റ്റിൻ്റെ അത് ഓപ്പൺ ചെയ്യാം. ഇതാണ് ടെർമിനൽ. ഇതിനകത്താണ് ഞങ്ങൾ ലിനക്സിൻ്റെ കമാൻഡ്സ് ടൈപ്പ് ചെയ്യുന്നത്.